IPL-ലെ ആവേശ പോരാട്ടത്തിൽ രാജസ്ഥാനെ തകർത്ത സൺറൈസേഴ്സ് ഹൈദരാബാദ്. ഹൈദരാബാദിന്റെ വിജയം 44 റൺസിന്. IPL ചരിത്രത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഉയർന്ന സ്കോറാണ് ഹൈദരാബാദിന്റേത്. ടോസ് നേടിയ രാജസ്ഥാൻ ഹൈദരാബാദിനെ ബാറ്റിംഗിനായി പറഞ്ഞുവിട്ടപ്പോൾ മനസ്സുകൊണ്ടുപോലും ചിന്തിച്ചു കാണില്ല സൺറൈസേഴ്സ് കളത്തിലിറങ്ങുന്നത് റൺവേട്ടയ്ക്കാണെന്ന്. ബൗളർമാരെ ഒരു കരുണയുമില്ലാതെ പ്രഹരിച്ച സൺറൈസേഴ്സ് ബാറ്റർമാർ 286 റൺസാണ് അടിച്ചുകൂട്ടിയത്. ഓപ്പണിംഗ് വിക്കറ്റിൽ അഭിഷേക് ശർമ്മയും ട്രാവിസ് ഹെഡും 3 ഓവറിൽ നേടിയത് 45 റൺസ്. പിന്നീട് മഹീഷ് തീക്ഷ്ണയുടെ പന്തിൽ അഭിഷേക് ശർമ്മ പുറത്തായി. പിന്നാലെ ക്രീസിലെത്തിയ ഇഷാൻ കിഷൻ ഹെഡിനൊപ്പം ചേർന്ന് വെടിക്കെട്ടിന് തിരികൊളുത്തി. ആ കൂട്ടുകെട്ടിൽ പിറന്നത് 85 റൺസ്. ഹെഡിന് ശേഷം എത്തിയ നിതീഷ് കുമാർ ഇഷാനുമായി ചേർന്ന് നേടിയ 72 റൺസും സൺറൈസേഴ്സിന്റെ റൺവേട്ടയ്ക്ക് അടിത്തറ പാകി. ഹൈദരാബാദിനായി സെഞ്ചുറി നേടിയ ഇഷാൻ കിഷൻ തന്നെയാണ് അവരുടെ വിജയത്തിന് അടിത്തറയായത്. IPL-ലെ ഈ സീസണിൽ ആദ്യ സെഞ്ചുറി കൂടി നേടുന്ന താരമായി ഇഷാൻ. മറുപടി ബാറ്റിംഗിനിറങ്ങിയ രാജസ്ഥാൻ കരുത്തോടെ പൊരുതാൻ ശ്രമിച്ചെങ്കിലും അടിപതറി. ഇമ്പാക്റ്റ് പ്ലെയറായി കളത്തിലിറങ്ങിയ മലയാളി താരം സഞ്ജു സാംസണിൻ്റെയും ധ്രുവ് ജൂറലിൻ്റെയും തകർപ്പൻ പ്രകടനത്തിനും രാജസ്ഥാനെ തോൽവിയിൽ നിന്ന് കരകയറ്റാനായില്ല. 37 പന്തിൽ 7 ബൗണ്ടറികളും 4 സിക്സറുകളും സഹിതം സഞ്ജു 66 റൺസ് നേടി. മുഹമ്മദ് ഷമിയെ കടന്നാക്രമിച്ച് സഞ്ജു സാംസൺ നടത്തിയ പ്രകടനം പ്രതീക്ഷ നൽകിയെങ്കിലും മറുഭാഗത്ത് വിക്കറ്റുകൾ കൊഴിഞ്ഞത് രാജസ്ഥാനെ പ്രതിസന്ധിയിലാക്കി. അവസാന ഓവറുകളിൽ ശുഭം ദുബെയും ഷിംറോൺ ഹെറ്റ്മെയറും തകർത്തടിച്ചതോടെയാണ് ടീം സ്കോർ 200 കടന്നത്. ഇത് പരാജയത്തിൻ്റെ ആഘാതം കുറയ്ക്കാനും സഹായകമായി. ബൗളർമാരുടെ നിറം മങ്ങിയ പ്രകടനവും രാജസ്ഥാൻ്റെ പരാജയത്തിന് കാരണമായെന്നും വിലയിരുത്തലുകളുണ്ട്. സ്പോർട്സ് ഡെസ്ക്, കൈരളി ന്യൂസ്.